സ്കൂളിൽ നിന്ന് വരാൻ അല്പം താമസിച്ചാൽ തന്നെ പറമ്പിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള തെങ്ങിൽ കെട്ടിയിട്ടിട്ട് പരസ്യമായിട്ട് അടിക്കുമായിരുന്നു. അങ്ങനെ ശിക്ഷാവിധി മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ അതിൻ്റെ കൂടെ കൂനിന്മേൽ കുരു എന്ന കണക്ക് എനിക്ക് മുൻവശത്ത് രണ്ട് വലിയ പല്ലുണ്ടായിരുന്നു. അതിങ്ങനെ ഡ്രാക്കുളയുടെ പോലെ നിൽക്കുമായിരുന്നു. അത് കാരണം ചിരിക്കാൻ ഒക്കാത്തതുകൊണ്ട് മുഖവും പൊത്തിയാണ് നടക്കുന്നത്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കോശി ഈശോ, അല്ലെങ്കിൽ സന്തോഷ് എന്ന് അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ നമ്മോടൊപ്പം അമേരിക്കയിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്ക് ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കുമെന്ന് തന്നെ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കോശി ഈശോ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് ദേവാസനെ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് കോശി ഈശോ. ഞാനിപ്പോൾ അമേരിക്കയിൽ ഒക്കലഹോമ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. എൻ്റെ കൂടെ ഭാര്യയും 2 മക്കളും 1 മരുമകളും ഉണ്ട്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയ അരോമ ടിവിയോടും വിശേഷാല് കർത്താവിൻ്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്ററെ, ഇതിൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അർപ്പിക്കുന്നു. പ്രത്യേകാല നന്ദി അറിയിക്കുന്നു. സ്വദേശം പുനലൂരാണ്. ബാല്യകാലം പുനലൂരിലായിരുന്നു. എന്നാൽ ഞങ്ങൾ മാവേലിക്കരക്കാരായിരുന്നു. മാവേലിക്കരയിൽ നിന്ന് വന്നിട്ട് പുനലൂരിൽ താമസിക്കുകയായിരുന്നു. ഞാൻ ജനിച്ചത് ശരിക്കും തമിഴ്നാട്ടിൽ തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനുശേഷം വളർന്നത് പുനലൂരായിരുന്നു. പ്രീ ഡിഗ്രി വരെയുള്ള പഠനം, ഇന്നത്തെ +2, അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു, പ്രീ ഡിഗ്രി വരെയുള്ള പഠനം പുനലൂരിലായിരുന്നു. അതിനുശേഷമായിട്ട് അവിടെ നിന്നും ഞാൻ ബോംബെയിൽ എൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് പോയി. ചില വർഷങ്ങൾ അവിടെ ആയിരുന്നു. അതിനുശേഷം അവിടെ നിന്നും ഗുജറാത്തിൽ സൂരറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്നും 3 വർഷം ഗുജറാത്തിലുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ ദുബായിക്ക് പോയി. ദുബായിൽ 2 വർഷമായി. നാട്ടിൽ വന്നു, വിവാഹം കഴിച്ചു. വീണ്ടും പോയി 1 വർഷം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു. മടങ്ങി വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. എന്നെ പ്രസവിച്ച സമയത്ത് എൻ്റെ അമ്മ ശരീരം തളരുകയും അങ്ങനെ ദൈവവേലയ്ക്ക് വേണ്ടി നേരുകയും ചെയ്തു. ഈ കുഞ്ഞിനെ തന്നു കഴിഞ്ഞാൽ ദൈവവേലയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നു. ഞങ്ങൾ CSI ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. പിതാവിൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ദൈവവേലയിലായിരുന്നു. എൻ്റെ പിതാവിൻ്റെ സഹോദരി ഭർത്താവാണ് വലിയ കുഞ്ഞപ്പി ഉപദേശി എന്ന് പറയുന്നത്. അവരുടെ മക്കളെല്ലാം പ്രസാദ് ചെറിയാൻ ക്യാമ്പസ് ക്രൂസൈഡിലാണ്. അതുപോലെ തിരുവല്ലയിലെ ഒരു ബിഷപ്പുണ്ട്. മക്കളെല്ലാവരും ക്രിസ്റ്റി, അതുപോലെ PM തോമസ്, അവരെല്ലാം ഇങ്ങനെ സുവിശേഷ വേലയിലായിരുന്നു. എൻ്റെ വല്യമ്മച്ചിയും വലിയ പ്രാർത്ഥനക്കാരിയായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യമായിരുന്നു എൻ്റെ പിതാവിൻ്റെ ഭവനവുമായിട്ടുള്ളത്. അങ്ങനെ നേർച്ച നേരാൻ മറ്റൊരു കാരണം, എൻ്റെ ആദ്യമുണ്ടായ സഹോദരൻ ജന്മനാഥൻ പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചു പോകാനിടയായി തീർന്നു. അതിനുശേഷമായിട്ട് എൻ്റെ പിതാവും ഒക്കെ പീരുമേട്ടിലായിരുന്നു, പീരുമേട് എസ്റ്റേറ്റിലായിരുന്നു ആ അനുഭവം. അങ്ങനെ 10ാം ക്ലാസ്സിന് ശേഷം എൻ്റെ ജീവിതത്തിൽ അവസ്ഥകളൊക്കെ മാറാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ടൊക്കെ അത്രയും പ്രായമായതുകൊണ്ട് അല്പം കൂട്ടും കാര്യങ്ങളും ഒക്കെ ആവാൻ തുടങ്ങിയൊക്കെ. എന്തായാലും പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നേരെ സഹോദരി പറഞ്ഞു, ഇവനെ ബോംബെക്ക് വിടുക, അതാന്നല്ല. അപ്പം ഞങ്ങൾക്ക് GLS എന്ന് പറഞ്ഞൊരു പ്രസ് ബോംബെയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ റിലേറ്റീവ്സിലുള്ള ഒരു 99% ആൾക്കാരും 10ാം ക്ലാസ് കഴിയുമ്പോഴേ അവിടോട്ട് പോവുക, അവിടെ പ്രിന്റ്. കാരണം എൻ്റെ മാവിയുടെ 2 മക്കളായിരുന്നു, ME ഈപ്പൻ എന്ന് പറഞ്ഞ ഒരാള്, അതുപോലെ തമ്പാച്ചൻ. അങ്ങനെ 2 പേരായിരുന്നു അതിൻ്റെ MDയും GMും. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഫുൾ സ്വാതന്ത്ര്യമായിരുന്നു.
അവിടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഒട്ടുമിക്കവാറും പേര് അവിടെ പോവുക, അവിടെ നിന്ന് നേരെ ദുബൈയിലെ നാഷണൽ പ്രിന്റിംഗ് പ്രസ്സിലോട്ട് പോവുക. അതായിരുന്നു. അങ്ങനെ എന്നെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ അതിനേക്കാൾ ഭയാനകമായിരുന്നു ജീവിതം. എൻ്റെ മാതാവിന് വലിയ വിദ്യാഭ്യാസമില്ല. കാരണം എൻ്റെ മാതാവ് ആലപ്പുഴക്കാരിയായിരുന്നു. വല്യപ്പച്ചനൊക്കെ ജെട്ടി സൂപ്രണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. വലിയ കോപിയുമായിരുന്നു. അന്നത്തെ കാലത്ത് കുതിരയൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര മുൻകോപിയായിരുന്നു. ആ കോപം എൻ്റെ മാതാവിനും എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് എന്നെ മരിച്ചു പോകാനിടയായി തീർന്നു. കൊന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അയാൾ അത്ര കോപി, ആരെയും അത്ര ഭയങ്കര ഒരു മനുഷ്യനായി. അതിനുശേഷമായിട്ട് മറ്റൊരാള് എൻ്റെ വല്യമ്മച്ചി വിവാഹം കഴിച്ചു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിന് ഈ ആസ്മയുടെ സുഖം ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളെല്ലാം പ്രശ്നം. അങ്ങനെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അദ്ദേഹത്തിന് പരിപൂർണ്ണ സുഖം. അങ്ങനെ അദ്ദേഹം അവിടെ വലിയൊരു കൂറ്റൻ ബംഗ്ലാവ് പണിത് അവിടെ അങ്ങ് താമസിക്കുക. അങ്ങനെയാണ് ഞാൻ അവിടെ ജനിക്കാനുള്ള കാരണം. അപ്പോൾ ഇദ്ദേഹം ഈ ഉണ്ടായിരുന്ന മക്കളെ ആരെയും പിന്നെ സ്കൂളിൽ വിട്ടിട്ടില്ല. അദ്ദേഹത്തിനുണ്ടായ മക്കളെ മാത്രം പഠിപ്പിക്കാൻ ചെയ്തു. അങ്ങനെ വളരെ ബാല്യത്തിൽ തന്നെ എൻ്റെ മാതാവിന് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെടുകയും നേരെ ഫോട്ടോ എടുക്കാറ് ഞാൻ പറഞ്ഞു അറിയാം എന്നാ വാ എന്ന് പറഞ്ഞിട്ട് നേരെ എന്നെ ഗുജറാത്തിൽ വിടുക. അങ്ങനെ ഞാൻ ഒരു സുപ്രഭാതത്തിൽ സൂരറ്റിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം ഫോട്ടോ എടുക്കുന്നത് ആളെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു റെയിൽവേ പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം കോട്ടയംകാരനെ, കുഞ്ചുബായി എന്നറിയപ്പെടുന്നത്, എല്ലാവരും അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു സുവിശേഷ വേലക്കാരൻ കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത്. അങ്ങനെ അദ്ദേഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ഒരുപാട് അടുത്ത് സുവിശേഷ വേലയ്ക്ക് പോവുകയും സാക്ഷ്യം പറയുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ ആ രക്ഷയുടെ അനുഭവമൊക്കെ വിട്ടായിരുന്നു. പറയുമ്പം ഉള്ളത് പറയണമല്ല, കള്ളസാക്ഷ്യം പറയുന്നത് ശരിയല്ല. അപ്പൊ ഞാൻ അവിടെ ഈ പറഞ്ഞ കണക്ക് അവിടെ ഈ എന്താ ഈ ഗുജറാത്തിൽ എനിക്ക് തോന്നുന്നു ബാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാത്തൊരു സ്ഥലമാണ്. ഗാന്ധിജിയുടെ നാടകമുണ്ട് അന്ന്, ഇന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇവര് വീട് തോറും ഈ ചാരായം മാറ്റി വെക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ക്യാമറയുമായിട്ട് പോയി ഒരു വില്ലേജിൽ പോയിട്ട് അവിടുത്തെ ഫോട്ടോസ് എടുത്തിട്ട് തിരിച്ചു വന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം കൊണ്ട് ഫോട്ടോ കൊടുക്കുമായിരുന്നു. അന്ന് അവിടെ സ്റ്റുഡിയോ പരിപാടികളൊന്നുമില്ല. അപ്പം നമ്മൾ ഫോട്ടോഗ്രാഫറെയൊക്കെ കാണുന്ന അവര് വലിയൊരു ദൈവത്തെ പോലെ, കാരണം ഇതൊക്കെ അത്ഭുതമായിട്ട് അവരന്ന് കാണുന്നത്. കാരണം അവരൊന്നും അധികം പഠിച്ചവരൊന്നും അല്ല അന്ന്. സൂരറ്റിൽ പാർഷക്ക് അറിയാമായിരിക്കും, അവിടെ ഈ രത്നത്തിന്റെ ബിസിനസ് ആണ് കൂടുതൽ. പിന്നെ തുണിയുടെ, ബോംബെ ഡൈങ്ങിയും ഒക്കെ അവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാരാ, പൈസ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അവർക്ക് മറ്റു വലിയ നോളജ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഇരിച്ചപ്പോൾ വീടുകളിൽ ചെന്ന് വെള്ളം ചോദിക്കുമ്പോൾ ഇവര് ഇല്ല ഒരു മൊന്ത കണക്കുള്ള സാധനത്തിനകത്ത് കൊണ്ടുതരുന്ന ഇതാ. അങ്ങനെ അങ്ങ് ശീലമായി. അങ്ങനെ ശരിക്കും അങ്ങനെ മദ്യപിക്കാൻ തുടങ്ങി. ആഹാരം അധികം ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പച്ചക്കറിയും പൊടിച്ച് തിന്നു, അല്ലെ തക്കാളിപ്പഴം പറിച്ച് തിന്നു, മാങ്ങ പറിച്ച് തിന്നുകയൊക്കെ ചെയ്ത് അങ്ങനെ ലൈഫ് വേറെ രീതിയിൽ പോയി. അന്ന് രാത്രിയിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് എന്നെ ടച്ച് ചെയ്ത രണ്ട് പാട്ടുകളുണ്ട്. അപ്പൊ അതിന് ശേഷമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അതായത് ഈ മനുഷ്യനെ ഞാൻ കുറച്ച് ബെറ്റർ ആയി എന്നറിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങി. എന്നെ കൊണ്ടുപോയ മനുഷ്യൻ, അദ്ദേഹം ഒരിക്കൽ അവസാനം ഭ്രാന്ത് പിടിച്ചു പോയി. അത് ഞാൻ കാണേണ്ടിയും വന്നു. പുനലൂരിൽ തന്നെ ഭ്രാന്ത് പിടിച്ച് ഒരു റേഡിയോയും വെച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന അനുഭവം ഞാൻ കാണാനിടയായി തീർന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. പക്ഷേ ഈ മനുഷ്യനെ എന്നെ കൊല്ലണമെന്നുള്ള നിശ്ചയം ഉണ്ടായി. അപ്പോ ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത്. ഒരു ദിവസം രാത്രിയിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഒരു തുണ്ട്, അതായത് ദൈവം എന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇതറിയുന്നില്ല എങ്കിലും ഒരു തുണ്ട് ഗ്ലാസ് എൻ്റെ അടുത്ത് വന്ന് വീണു. ഞാൻ അത് എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ, നാളെ ഇന്ന സ്ഥലത്ത് വിളിക്കും, നീ പോകരുത്, അപകടമാണെന്ന്. ഞാൻ ചുരുട്ടി നോക്കിയപ്പോൾ ആരും കാണുന്നുമില്ല. പിറ്റേ ദിവസം വിളിഞ്ഞ ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, സന്തോഷേ നമുക്ക് ഇന്ന് അവിടെ പോകണമെന്ന് പറഞ്ഞു, ഇയാൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ അവിടെ? ഇന്ന് അവിടെ വന്നേ പറ്റൂ, അവിടെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാറി ഇന്ന് നോക്കിയപ്പോൾ വലിയ ചതുപ്പിന്റെ മുകളിലൂടെ ചെറിയൊരു പാലമുണ്ട്. എപ്പോഴും ഒന്നും അതിലെ ആള് പോകത്തില്ല. ആ ചതുപ്പിൽ വീണ ഫുള്ളായിട്ട് നമ്മൾ താഴ്ന്നു പോകും. അറിയത്തില്ല, അങ്ങനെ പ്രത്യേക സ്ഥലമാണ്. ഉദിന എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിനടുത്താണ്. അപ്പോ അവിടെ തെളിയിടാനായിരുന്നു അദ്ദേഹത്തിന്റെ ഭാവം. ഞാൻ അന്ന് വേറെ വഴി കൂടെ പോയി. അന്ന് വൈകിട്ട് അദ്ദേഹം ഒരുപാട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു. പിന്നീട് ഒരിക്കൽ പ്ലാൻ ചെയ്തു. അന്ന് ഈ രാജധാനി എക്സ്പ്രസ്, അതാണ് അതിലെ കൂടെ പോകുന്ന ഏറ്റവും സ്പീഡ് കൂടിയ ട്രെയിൻ.
ഡബിൾ എഞ്ചിനായിട്ട് നല്ല സ്പീഡിൽ അത് പോകുമ്പോൾ അത് ക്രോസ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അത് വിജനമായിട്ടൊരു സ്ഥലമാണ്. അപ്പൊ ഇയാൾ എന്തോ ഈ പയ്യൻ മറ്റൊരു മനുഷ്യനോട് ഇതെല്ലാം പറയുമായിരുന്നു. അദ്ദേഹം രഹസ്യമായിട്ട് വന്ന് അദ്ദേഹത്തിന് എന്നെ അറിയത്ത് പോലുമില്ല. ഈ കുറിപ്പ് വീണ്ടും ഇട്ട് നാളെ ഇന്നടത്ത് അപകടം. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഞാനാണ് ഇത് എഴുതിയിടുന്നത്, കാരണം എന്നോട് ഈ പുള്ളി ഇതൊക്കെ പറയുന്നു പറഞ്ഞു. അങ്ങനെ അതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അല്ലെങ്കിൽ ദൈവം എന്നെ രക്ഷിച്ചു. എന്നെ അവിടെ നിന്ന് രക്ഷയിലേക്ക് വീണ്ടും ആ രക്ഷയിലേക്ക് വരുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ അന്ന് KP യോഹന്നാന്റെ ആത്മീയ യാത്രയുടെ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് രാത്രിയിൽ വിജനമായ സ്ഥലത്തൂടെ, അപ്പൊ എന്റെ കയ്യിൽ ബാഗ് നിറച്ചും പണം കാണും, വിലയേറിയ ഒരു ക്യാമറയുണ്ട്, ഇതുമായിട്ടാണ് വരുന്നത്. അപ്പൊ ചില സമയത്ത് നടന്നും ചില സമയത്ത് സൈക്കിളിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് താങ്ങും കരങ്ങളുണ്ട്, എന്റെ ഹൃദയം തളരുമ്പോൾ എന്നുള്ള പാട്ട്, അത് ദൂരെ നിന്ന് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. ആ പാട്ടിൽ ലയിച്ചഴിഞ്ഞിങ്ങനെ പോകുന്നേ. പിന്നെ രണ്ടാമത് എന്നെ സ്പർശിച്ച പാട്ട് നീ എൻ സ്വന്തം, നീ എൻ പക്ഷം നീറും വേളകളിൽ. ഈ 2 പാട്ട് എന്നെ ഒരുപാട് ടച്ച് ചെയ്തു. അങ്ങനെ അവിടെ നിന്നും ഞാൻ പെട്ടെന്ന് എൻ്റെ ജ്യേഷ്ഠൻ ദുബൈയിലായിരുന്നു, അദ്ദേഹത്തിനോട് എൻ്റെ പിതാവും മാതാവും ഒക്കെ പറഞ്ഞത് പ്രകാരം അദ്ദേഹം എനിക്കൊരു വിസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറയാതെ എന്നെ വിളിച്ച് അമ്മയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് നാട്ടിലേക്ക് പോയി. അവിടെ നിന്ന് നേരെ എന്നെ അങ്ങ് ദുബൈക്ക് കൊണ്ടുപോയായിരുന്നു. ദുബൈ ചെന്നപ്പോഴത്തേക്കും അന്ന് 89 ആണ് തോന്നുന്നു. അപ്പം അന്ന് ഇന്നത്തെ ദുബൈ അല്ല, അന്നത്തെ ദുബൈ. ഇന്നത്തെ ദുബൈയായിട്ട് ഒരു സാമ്യമില്ല. എന്നിട്ടും എനിക്കത് വലിയൊരു സ്വർഗമായിട്ടാണ് തോന്നിയത്. നല്ല ജോലിയായിരുന്നു. പക്ഷെ എന്തോ എനിക്ക് അവിടെ പിടിച്ചിരിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. 1 വർഷം ജോലി ചെയ്തു. അപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു നമുക്ക് പോകണം, കല്യാണം കഴിക്കണം. ഞാൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, അതല്ല, കല്യാണം കഴിച്ചേ പറ്റൂ. ശരി എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വന്ന് പുള്ളിക്ക് ഇഷ്ടമുള്ള സൂട്ട് എടുത്ത് തന്നു. അതുകൊണ്ട് പുള്ളിക്ക് ഇഷ്ടമുള്ളത് പോയി തയ്പ്പിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നു. പുള്ളിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിച്ച്, പുള്ളിക്ക് ഇഷ്ടമുള്ള ടൂറിസ്റ്റ് ബസ്സും വിളിച്ച്, അങ്ങനെയാണ് ഞങ്ങൾ ഈ വിവാഹം നടക്കുന്നത്. വിവാഹം CSI വെച്ചായിരുന്നു. ഞാൻ പെന്തിക്കോസിലായിരുന്നെങ്കിലും ദുബൈ ചെന്നപ്പോൾ വീണ്ടും CSIയിലോട്ട് പോയി. അങ്ങനെ വിവാഹം കഴിച്ചു. മാവേലിക്കരയിൽ കൊല്ലകടവ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഒരു CSI ഫാമിലിയിൽ അവർ 2 പെൺപിള്ളേർ മാത്രമാണ്. അപ്പോൾ പുള്ളിക്കാരി BEd കഴിഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താവും വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹ ജീവിതം 100% വളരെ പരാജയമായിരുന്നു. വിവാഹ ജീവിതം പരാജയമാകാൻ കാരണവും ഒരുപക്ഷെ ദൈവഹിതമായിരിക്കാം. ഞാൻ ഈ CSIയിലൊക്കെ വന്ന് വിവാഹം കഴിച്ചുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും ശരി തന്നെ, ആ വിവാഹ ജീവിതം പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിഷ്കളങ്കയായ അല്ലെങ്കിൽ അതിശുദ്ധയായ അതിനീതിമാൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു പുള്ളിക്കാരി. എന്നെ പോലെ തന്നെ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ ഒരു പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് ലോകപരിചയമൊന്നുമില്ല. മാത്സ് ടീച്ചറാണ്. മാത്സിന്റെ കാര്യമല്ലാതെ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. വിവാഹ ബന്ധത്തെക്കുറിച്ചോ ഒന്നും അറിയത്തില്ല. വിവാഹം കഴിഞ്ഞാലും കഴിയുന്നവർ തമ്മിലും സഹോദര ബന്ധമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ മടങ്ങിപ്പോയി. 1 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ജോലി ശരിയാണ്ട് ഞാൻ തിരിച്ചു വന്നു. ഞാൻ തിരിച്ചു വന്നതിന് ശേഷമായിട്ട് പെട്ടെന്ന് എൻ്റെ പിതാവിന് അസുഖം ഉണ്ടായി. പ്രോസ്റ്റേറ്റിന്റെ പ്രശ്നം വന്നു. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പം ജ്യേഷ്ഠൻ പറഞ്ഞു, നീ എന്തായാലും ചെന്നൈയില്ലേ, അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നു. സമയങ്ങൾ പോയി. എൻ്റെ ജ്യേഷ്ഠന്റെ പേര് ജേക്കബ് എന്നാ. ജേക്കബ് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ജേക്കബിന്റെ പേര് മലയാളം പേര് യാക്കോബ് എന്നാ. യാക്കോബ് ആരാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ അദ്ദേഹം ഈ ഉപായം പ്രയോഗിച്ച് വർഷങ്ങൾ അങ്ങ് നീണ്ടുപോയി. അതിനിടയ്ക്ക് എനിക്കൊരു കുഞ്ഞുണ്ടായി. 91-ലായിരുന്നു വിവാഹം. 93-ൽ എനിക്ക് മൂത്ത മോനെ ഉണ്ടായി. അതിനുശേഷമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അപ്പോൾ ഞങ്ങളുടെ CSI പള്ളിയിൽ തന്നെ ഉള്ള ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇനിയിപ്പോൾ ഗൾഫിൽ പോകണ്ട, ഇവിടെ തന്നെ നിൽക്കുക, ഞാൻ വൈഫിന് ജോലി വാങ്ങിച്ചു കൊടുക്കാം, എനിക്ക് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാങ്കിലും ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. വേറൊരാളെ കാണിച്ചു തന്നു, ഞാൻ ഇന്നയാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തതെന്ന്. അങ്ങനെ എനിക്കുണ്ടായിരുന്ന ഷെയർ ഞാൻ വിറ്റു. 35 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. ഇന്നത് കൊടുത്ത കോടികൾ കിട്ടും. അപ്പൊ അത് ഞാൻ തുച്ഛമായ വിലയ്ക്ക് കൊടുത്തിട്ട് ഇവർക്ക് കൊടുത്തു. പക്ഷെ അത് വലിയൊരു തട്ടിപ്പായിരുന്നു. എൻ്റെ പൈസയും നഷ്ടപ്പെട്ടു, ജോലിയും കിട്ടിയില്ല, ഞാൻ കള്ളക്കേസിലും കുടുങ്ങി. കാരണം ഞാൻ ഒരാഴ്ച ജോലി ചെയ്തു.
ഞാൻ ഒരാഴ്ച ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ മാതാവ് ഈ പറഞ്ഞ തെങ്കാശിയിലേക്ക് പോവുകയും അമ്മയുടെ അനിയത്തി അവിടെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു അറ്റാക്ക് വരികയും ചെയ്തു. പെട്ടെന്ന് എനിക്ക് പോകേണ്ടി വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, പോകുന്നതിന് മുമ്പേ കോശി പൊക്കോ, പക്ഷേ കുറച്ച് സൈൻ ചെയ്തിട്ട് പൊക്കോ എന്ന്. ഞാൻ കുറെ വൗച്ചർ സൈൻ ചെയ്തിട്ട് പോയി. ഇത് വെച്ചിട്ട് ഇവർ കുറെ കാശുകൾ മറിച്ചു. സൈൻ ചെയ്തിരിക്കുന്ന ഞാനായോണ്ട് കേസ് വന്നു. അങ്ങനെ എല്ലാവരും കേസ് കൊടുത്തു. ഞാൻ 4-ാം പ്രതിയായി. 4-ാം പ്രതി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു കേസിനോ വഴക്കിനോ പോയിട്ടുള്ളതല്ല, ഒരു സമരത്തിന് പോയിട്ടില്ല, ഒരു ബസ് കല്ലെറിയാൻ പോയിട്ടില്ല. അങ്ങനെ പഞ്ചപുച്ഛം അടക്കി ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ. പോലീസ് സ്റ്റേഷനിൽ കണ്ടാൽ തന്നെ ഞാൻ പേടിക്കും. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. എന്തായാലും ശരി, എന്നെ കേസായി, വഴക്കായി. അങ്ങനെ കേസ് കൊടുത്തു. കേസിൽ പോയി. ഈ പറഞ്ഞ കക്ഷി തന്നെ ഒരു വക്കീലിനെ ഇടപെട്ടു. ബാബുരാജൻ എന്ന് പറഞ്ഞ മുല്ലൂര് ഒരു പണിക്കർ വക്കീലുണ്ടായിരുന്നു. അദ്ദേഹവും അതിനെക്കാട്ടും വലിയ കള്ളനായിരുന്നു. അപ്പൊ അദ്ദേഹം എന്റെ കയ്യിൽ കുറച്ച് തെളിവുണ്ടായിരുന്നു. അദ്ദേഹം ആ തെളിവെല്ലാം എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് ഇയാൾ എന്നെ ചീറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പണം കൊടുത്ത് ഞാൻ മടുത്ത അവസാനം എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം മുത്തൂറ്റിൽ പണയം വെച്ചു. എൻ്റെ മാതാവിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ ഒരുപാട് പണയം വെച്ച് കേസ് പറയുക. അതിനുശേഷമായിട്ട് ആ കേസ് വനം വകുപ്പിലേക്ക് മാറ്റി. വനം വകുപ്പായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. അപ്പൊ ഞാൻ അവിടെ പോയി ഇങ്ങനെ നിൽക്കുക. അവിടെ അപ്പൊ 1-ാം പ്രതി, 2-ാം പ്രതിയും 3-ാം പ്രതിയും ഒന്നും വരുന്നില്ല. ഈ 4-ാം പ്രതിയായി ഞാൻ മാത്രമേ വരുന്നുള്ളൂ. എന്നും കയറി നിൽക്കും. അടുത്തൊരു ഡേറ്റ് പറയും, ഇറങ്ങി വരും. വക്കീലിന് കാശ് കൊടുക്കും. അങ്ങനെ വന്ന് ഞാൻ ആ റോഡിൽ നിന്ന് കരഞ്ഞു. പല പ്രാവശ്യം കരഞ്ഞു ഞാൻ. ദൈവമേ, ഞാൻ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒരു പൈസ പോലും ഞാൻ എടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഈ പണം വാങ്ങിച്ച ആള് ഞങ്ങൾ പോയി തിരുവനന്തപുരത്ത് പൊക്കിക്കൊണ്ട് വന്നപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞ കോശി പൈസ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു ഗുണമുണ്ടായി എനിക്ക്. അതെല്ലാവരുടെ മുന്നിൽ വെച്ചാ പറഞ്ഞത്. കോശി പൈസ ഒന്നും എടുത്തിട്ട് ഞങ്ങൾ ആ പൈസ എടുത്തതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേറ്റായിരുന്നു പൈസ. ഞാൻ എടുത്തിട്ടുമില്ല. അങ്ങനെ ആ വനംവകുപ്പിൽ ഈ കാട്ടുകള്ളന്മാരുടെ കൂടെ എല്ലാം ഞാൻ പോയി നിന്ന് ഇങ്ങനെ അപമാനിതനായി. അങ്ങനെ വീണ്ടും ഞാൻ അതനുസരിച്ച്, അറിയാമല്ലോ, ലോകപ്രകാരം മദ്യപാനത്തിലേക്ക് പോയി. ഞാനല്ലാത്ത രീതിയിൽ മദ്യപിച്ച് വല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയി. കുടുംബജീവിതം ആകെ തകർന്നു. എൻ്റെ ഭാര്യ അവരുടെ വീട്ടിലേക്ക് വിളിച്ചോട്ട് പോയി. അങ്ങനെ വലിയൊരു പ്രശ്നം തീർന്നു. ആ കോടതി എൻ്റെ മുൻപിൽ അവിടെ 2 സാക്ഷ്യം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഒരു പ്രാവശ്യം ഞാനിങ്ങനെ വന്നിട്ട് ക്രിസ്മസാ, എടാ എനിക്ക് കുപ്പി വാങ്ങിച്ചുകൊണ്ട് പോകാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. അതിനുശേഷമായിട്ട് അദ്ദേഹത്തിന്റെ കമ്പം തേനി ഭാഗത്ത് രതീഷ് എന്നു പേരുള്ള ഒരു സിനിമാ നടൻ ഉണ്ടായിരുന്നു മലയാളത്തിൽ. അദ്ദേഹം അവിടെ 10-75 ഏക്കർ സ്ഥലമൊക്കെ വാങ്ങിച്ചു വിൽക്കുകയായിരുന്നു. അവിടെ ഒരു ഓട്ടം പോണം. എനിക്കൊരു അംബാസഡർ കാർ ഉണ്ടായിരുന്നു. ഡ്രൈവർ വന്നാൽ പോരാ, നീ തന്നെ വരണമെന്ന്. ശരിയെന്ന് പറഞ്ഞ് എന്നെ ഇത്രയും ദൂരം മുണ്ടക്കയം അങ്ങ് ഈ കമ്പം തേനിയിൽ വരെ കൊണ്ടുപോയിട്ട് വന്ന് 5 പൈസയും തന്നില്ല. അങ്ങനെ എന്നെ ചീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ അവസാനം ഒരു പ്രാവശ്യം അവിടെ ചെന്ന് പറഞ്ഞു, നീ ഒരു 5000 രൂപ കൊണ്ടു, അല്ലെ ഇപ്പം പോലീസ് റെയ്ഡ് ചെയ്യും. ഞാൻ പറഞ്ഞ, പിന്നെ സാറേ എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണുനീര് വീണ് അദ്ദേഹത്തിന്റെ മടിയിലേക്ക് കണ്ണീര് വീണത്. സാർ, ഒരു കാര്യം ഓർക്കണം, ഞാൻ 5 പൈസ എടുത്തിട്ടില്ല. ദൈവം ഒരാൾ ഇത് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്ക്, അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഒരു ചീത്ത പറഞ്ഞ് ആ പണിക്ക് പോകണമായിരുന്നു എന്ന് പറയാൻ. പക്ഷെ എന്റെ ദൈവം വലിയവനാ. പിന്നെ ഒരിക്കലും കോടതിക്കകം കാണാൻ അയാളെ ഇടയാക്കിയില്ല. കാരണം അന്ന് അദ്ദേഹം തിരുനെൽവേലിയിലുള്ള അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കണ്ണോപ്പറേഷന് വേണ്ടി പോവുകയാണ്, തിമിരത്തിന്റെ ഇതിന്. അപ്പൊ അന്ന് എന്നോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ നേരെ പോകുന്നത് തിരുനെൽവേലിക്കാണ്. കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ആര്യങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കാറ് മറിഞ്ഞു. പിന്നെ 3.5 കൊല്ലം അദ്ദേഹം അവിടെ കിടന്ന് നരകിച്ചിട്ടാണ് മരിച്ചത്. ഒരിക്കൽ പോലും പിന്നെ ആ കോടതിക്കകത്ത് കയറിയിട്ടില്ല. ദൈവം ആരാണെന്ന് ആ മനുഷ്യന് മനസ്സിലായി. ഇത് ചതിവിൽ ചെന്ന ഒരാള് അറ്റാക്ക് വന്ന് മരിച്ചു, അല്ല ഹാർട്ട് ഫെയിലറായിട്ട് മരിച്ചു. മറ്റൊരാൾ സൂയിസൈഡ് ചെയ്തു. അതിൽ ജീവനോടുള്ള ഞാൻ മാത്രമേ ഉള്ളൂ. ഒടുവിൽ ഈ കോടതി ഇന്നും ഞാൻ പുനലൂരിൽ പോകുമ്പോൾ അവിടെ നിന്ന് അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഞാന് നിഷ്കളങ്കമായ കണ്ണുനീർ ഒഴുകി ആ സ്ഥലം, ആ കോടതി ബിൽഡിംഗ് ഇടിച്ചിട്ട് അവിടത്തെ കുഴിച്ച മണ്ണ് വരെ മാറ്റി അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിഞ്ഞു. ഇന്ന് ആ കോടതിയില്ല. എന്റെ കണ്ണുനീര് വീണ സ്ഥലത്ത് ആ കോടതിയില്ല. അപ്പൊ ഈ 2 കാര്യം എന്റെ ജീവിതത്തിൽ വലിയൊരു ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. ഈ വക്കീലിന്റെ വാക്കും ആ കോടതിയെ ദൈവം നശിപ്പിച്ചു കളഞ്ഞത്. ഇന്ന് ആ കോടതി ഇല്ല. അത് വേറൊരു ബിൽഡിങ്ങിൽ വേറെ
ഇടത്തോട്ട് മാറ്റി. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ വന്നു. ആ, അവസാനം ജീവിതം ഗത്യന്തരമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിലായിട്ട് എന്നെ വെറുതെ വിട്ടു. കാരണം ഈ പ്രതികളല്ല, ഈ വാദികളെല്ലാം തിരിഞ്ഞു. കാരണം ഞങ്ങൾ ഈ ഇദ്ദേഹത്തിന് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. പൈസ വാങ്ങിച്ചവർ ഇത്രയും നാളായിട്ട് അപ്പോഴത്തേക്കും വർഷങ്ങളായി കേട്ടോ. കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ പോയി. കോടതി വീട് കോടതി വീട്. അപ്പം എന്റെ മാതാവ് രോഗിയായി തീർന്നു. ഈ മാതാവിനെ നോക്കുക, മാതാവിനെ ആശുപത്രി കൊണ്ടുപോകണം, വരണം, അങ്ങനെ ശുശ്രൂഷിച്ചപ്പം ഒരു വശത്ത് ജ്യേഷ്ഠൻ പറയുന്നുണ്ട്, ഇപ്പൊ ഞാൻ വരും, ഈ വർഷം കൊണ്ട് നിന്നാ മതി, ഒറ്റ വർഷം കൊണ്ട് നീ നിൽക്കും, നിന്റെ കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം, നിന്റെ കാര്യമെല്ലാം ഞാൻ നോക്കാം. അപ്പൊ എന്റെ വസ്തു എല്ലാം പോയല്ലോ, നഷ്ടപ്പെട്ടു, പൈസ ഒന്നും കിട്ടിയില്ല. എന്നാൽ ഈ വാങ്ങിച്ച മനുഷ്യൻ ഹാർട്ട് ഫെയിലർ ആയിട്ട് വീട്ടിൽ വന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം വിചാരിച്ച് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നു. അപ്പം ആ, അതിന് മുമ്പായിട്ട് ഞാൻ രക്ഷയിലേക്ക് വന്നായിരുന്നു. അത് ഞാൻ അല്പം കഴിഞ്ഞ് പറയാം. അപ്പൊ ഞാൻ അവിടെ ചെന്നു. ആ, എന്നെ കണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് തൊഴുതു. ഞാൻ പറഞ്ഞു, റോബിൻ എന്നായിരുന്നു പേര്. ഞാൻ പറഞ്ഞു, റോബിനെ, എനിക്ക് 5 പൈസ പോലും റോബിൻ തരണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഭാര്യയോടോ മക്കളോടോ പണം ചോദിക്കത്തുമില്ല. ഞാൻ അത് വിട്ടു എന്ന് പറഞ്ഞു. പറ്റുമെങ്കിൽ ഇന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ പ്രെയർ ഉണ്ട്, വരാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ വീട്ടില് അന്ന് ഒരു പ്രെയർ എല്ലാ വെള്ളിയാഴ്ചയും വെക്കുമായിരുന്നു. 10-25 പേര് വരുവാണ്. ഞങ്ങൾ ആ ചുറ്റുപാടുള്ള വീടുകളിലെല്ലാം പോയി. ഇപ്പൊ ട്രിവാൻഡ്രത്ത് ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറെ ആൾക്കാർ രക്ഷയിൽ വന്നു. ഉണ്ടകളുടെ ഏരിയ ആണ് ചെങ്കൽച്ചൂള. അവിടുന്ന് കുറെ പേര് രക്ഷയിൽ വന്നു. അതിനകത്ത് കലാകാരന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് പിന്നെ ഈ വീടുകൾ തോറും പോയി പാട്ടൊക്കെ പാടിയിട്ട് സുവിശേഷം പറഞ്ഞ് വലിയൊരു ഇതായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് എൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ വീട് വലിയൊരു ഹാളായിരുന്നു. അവിടെ 10-40 അവർക്ക് ഈസി ആയിട്ടിരിക്കാം. അങ്ങനെ മീറ്റിംഗ് നടത്തുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ദൈവത്തോടെ എല്ലാം ഏറ്റു പറയണം, എന്നിട്ട് ഇവിടെ വരണം. അന്ന് രാത്രി അദ്ദേഹം മരിച്ചു. കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് പോയി അന്ന് രാത്രി. അപ്പൊ ആ മനുഷ്യനുമായിട്ട് നിരപ്പ് പ്രാപിപ്പാനും എനിക്ക് കഴിഞ്ഞു. അതിനുശേഷമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വൈഫിനെ എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞ് ചില മാസങ്ങൾ സഹായിക്കാനിടയായി തരാം. ഞാൻ ഒരിക്കലും ആ ഭവനത്തിലോട്ടോ പോയിട്ടില്ല, അവരെ കാണാനും പോയിട്ടില്ല. അപ്പോൾ ഇതിനിടയിൽ എൻ്റെ വൈഫുമായിട്ടൊക്കെ ഞാൻ പിണങ്ങി പിരിഞ്ഞു നിന്നു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുഞ്ഞപ്പി ഉപദേശിയുടെ മകൻ, എൻ്റെ മാവിയുടെ മകന് തിരുവല്ല ഇവാഞ്ചലിക്കൽ സഭയുടെ ബിഷപ്പായിരുന്നു. ടി.സി. ചെറിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. കാരണം പെന്തിക്കോസുകാരെക്കാട്ടിലും നല്ല പെന്തിക്കോസുകാരനായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. വളരെ ലളിതമായ ജീവിത രീതി ചെയ്യുന്ന ഒരു മനുഷ്യനാ. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ കൊച്ചമ്മ ഞങ്ങളുടെ വീട്ടിനടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ വരുത്തില്ലെന്നറിയാം, എന്നാലും പറയുക, ഞങ്ങളുടെ വീട്ടിൽ ബുധനാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് ഒരു ദൈവദാസനാ വരുന്നേ, പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും അവിടെ പോയി. ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെ പോയി. ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ വീണ്ടും വൈഫുമായിട്ടങ്ങ് ചേർന്നു. പ്രത്യേക കാരണമൊന്നുമില്ല, ഞങ്ങൾ പിന്നെ വിളിച്ചും പറഞ്ഞും കണ്ടും അങ്ങ് ചേർന്നു. അങ്ങനെ ഈ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ദേവദാസിന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞടി, വാ നമുക്ക് പോവാം. ഒന്നും കേൾക്കണ്ടെന്ന് പറയുന്ന ആളുടെ അടുത്ത് നമ്മളിരുന്ന് എന്തോ കേൾക്കാനാന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, വെച്ചാൽ അങ്ങനല്ല, നമ്മൾ ആരാന്നറിയാം. കാരണം കൊച്ചുമ്മയ്ക്കാ നാണക്കേട്. ആരാ ഇന്ന ആളാ ഞാനിന്ന് പറഞ്ഞില്ലേ, അപ്പൊ എല്ലാവരും ചോദിക്കത്തില്ല എവിടെ പോയിന്ന്. അതുകൊണ്ട് പിന്നെ എങ്ങനെ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമായിരുന്നു. പക്ഷെ ശുശ്രൂഷ മധ്യേ അദ്ദേഹം വന്നിട്ട് എൻ്റെ തലയെ കൈവച്ചിട്ട് ചില കാര്യങ്ങൾ വിളിച്ചു പറയുകയും അതിന് മുമ്പായിട്ട് എൻ്റെ കൈ അങ്ങ് തളർന്നു പോയായിരുന്നു. എൻ്റെ വലത് കൈ തളർന്നുപോയി. ഞങ്ങൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ അച്ഛൻ അലിസ് എന്ന് പറഞ്ഞ ഒരു ഡോക്ടറിന്റെ വീട്ടിൽ പോയി. അദ്ദേഹം പറഞ്ഞു, കൈ പൊങ്ങത്തില്ല ഇനി. മാത്രമല്ല ശരീരത്തിലെ നരമ്പുകളൊക്കെ വീക്കായതുകൊണ്ട് ശരീരം തന്നെ തളർന്നു പോകാനും പക്ഷെ ഈ നരമ്പുണ്ട്, ആ നരമ്പ് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റിയാൽ ചിലപ്പം രക്ഷപ്പെടും, അല്ലെങ്കിൽ ശരീരം മുഴുവൻ പാരലൈസ് ആയിട്ട് കിടക്കുന്നതാണ്. ഇത് കഴിഞ്ഞാണ് ഞാൻ ഈ വൈഫുമായിട്ട് ചേരുന്നത്. വീണ്ടും ഞങ്ങൾ ഈ മീറ്റിങ്ങിന് തിരുവല്ലയിൽ പോകുന്നത്, മഞ്ഞാടിയിൽ പോകുന്നത്. അപ്പൊ അവിടെ വെച്ച് ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ നിന്നെ വലയിൽ വീശിയിരിക്കുകയാണ്, ഈ വലയ്ക്കകത്ത് കയറിയില്ലെങ്കിൽ ചൂണ്ടയിട്ട് കൊത്തിപ്പറിക്കുമെന്ന് പറഞ്ഞു. കൊത്തിയെടുക്കും നിന്നെ, പക്ഷെ ദൈവം നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ആ ഓപ്പറേഷനാ ഓർമ്മ വന്നേ, ഈ നരമ്പ് വലിച്ചു വരുന്ന ഓപ്പറേഷനാ ഓർമ്മ വന്നേ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എല്ലാം കഴിഞ്ഞിരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഞാൻ ആദ്യം സംസാരിക്കാൻ ഞാൻ ദേഷ്യമുണ്ടായില്ലേ, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും, അതുകൊണ്ടാന്ന് പറഞ്ഞ് ശരി എന്ന് പറഞ്ഞിട്ടൊക്കെ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ കൊല്ലകടവ് വന്നപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ പറഞ്ഞു, ഇവിടെ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് ഉണ്ട് ഞങ്ങളുടെ ഏജിയിൽ. അപ്പൊ ഞങ്ങൾക്കൊക്കെ പെന്തിക്കോസ് ഭയങ്കര ദേഷ്യമാണ്.
എൻ്റെ വീട്ടുകാർക്കും അല്ല വൈഫിന്റെ വീട്ടുകാർക്കും അതുപോലെ ഞങ്ങൾക്കും അങ്ങനെ. അപ്പൊ പറഞ്ഞു ഞാനിത് ഇങ്ങനെ നീ വരുന്നേ വാ, സന്തോഷം കൊണ്ട് വാന്നൊക്കെ പറഞ്ഞ് എന്തായാലും ശരി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോയി ആ മീറ്റിങ്ങിന്. അന്നേരമാണ് റെജി എന്ന് പറഞ്ഞ ദൈവദാസം വന്ന് അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു. തിരുവല്ലയിൽ വെച്ച് ഒരു പബ്ലിക് മീറ്റിംഗ് അല്ല, ഒരു വീട്ടിലെ മീറ്റിംഗ് വെച്ച് തിരുവനന്തപുരത്തുള്ള ഒരു ദേവദാസം പറഞ്ഞ അതേ കാര്യം തന്നെ ഈ റെജി പാഷൻ പറഞ്ഞു. ആ, പിന്നെ വല വീശിയിരിക്കുകയാണ് നിന്നെ, ഈ വലയിൽ നീ വീണില്ല, ഒതുങ്ങിയില്ല എങ്കിൽ നിന്നെ ചൂണ്ടയെടുത്ത് പിടിക്കും, അന്നേരം ഒത്തിരി വേദനിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ സർജറിയെ കുറിച്ച് ഓർത്തി. അങ്ങനെ എൻ്റെ കൈ ഒരിക്കലും പൊങ്ങത്തില്ല എന്ന് പറഞ്ഞ കൈയെ പൊങ്ങി, ഒരു ട്രീറ്റ്മെന്റും ചെയ്യാതെ, ഒറ്റ ട്രീറ്റ്മെന്റും ചെയ്യാതെ എൻ്റെ കൈ പൊങ്ങി. ഇത് 2000-ല ഞാൻ അങ്ങനെ വീണ്ടും രക്ഷയിലേക്ക് വരുന്നത്. ആ 2000 മുതൽ ഇന്ന് 25 വർഷമായിട്ട് ഈ കൈ കൊണ്ട് ജോലി ചെയ്യുന്നു, ബൈക്ക് ഓടിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒരു ബലഹീനതയില്ല. സംസാരത്തിൽ ചിലപ്പോൾ നാക്കിനൊരു ഇത് വരുന്നു എന്ന് അല്ലാതെ. ഇതിൻ്റെ ഇടയ്ക്ക് പല രോഗങ്ങൾ വന്നു, പല പ്രാവശ്യം മരണത്തിന്റെ വക്കിലൂടെ പോയി. ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസത്തിൽ പോലും ഞാൻ വായിക്കൂടെയും മൂക്കിക്കൂടെയും ബ്ലഡ് വരിക, അങ്ങനെ മരിച്ചു എന്ന് വിചാരിച്ച എൻ്റെ ലങ്സിന് ആകെ പ്രശ്നമായിട്ട്. എന്നാൽ അവിടെയും ദൈവം എന്നെ വിടുവിച്ചു, ഒത്തിരി ഒത്തിരി എന്നെ വിടുവിച്ചു. വിടുതലിന്റെ കഥ പറയുവാണെങ്കിൽ അത് ഇപ്പോഴെങ്കിലും നിൽക്കത്തില്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് 3 ദിവസത്തെ ഫാസ്റ്റിങ്ങിന് പോയി. 3 ദിവസത്തെ ഫാസ്റ്റിങ്ങിനും പോയി. പിന്നീട് വന്ന ദേവദാസന്മാരും എന്നോട് ഇത് തന്നെ പറഞ്ഞു. അതിന് കഴിഞ്ഞ് വരുന്ന സൺഡേയിൽ ഞങ്ങൾ എന്ത് ചെയ്തു, എൻ്റെ വിവാഹം നടത്തിയ കൊല്ലകട് CSA പള്ളിയിലോട്ട് പോയി. CSA പള്ളിയിലോട്ട് പോയപ്പം ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ യുക്തിവാദിയായിട്ട് കുറച്ച് നടന്നു. അതങ്ങ് വിട്ടുപോയി, സോറി. യുക്തിവാദിയായിട്ട് കുറച്ച് നാൾ നടന്നു. കാരണം എനിക്ക് വലിയ ഭയമായിരുന്നു. സമയമാൻ രഥത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഓടുമായിരുന്നു, ഭയങ്കര. കാരണം എൻ്റെ മാതാവ് അങ്ങനെയായിരുന്നു വളർത്തിയത്. കാരണം അടുത്തൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് കയറി എന്ന് പറഞ്ഞു വെക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ വലിയ ഭയമായിരുന്നു എനിക്ക് ജീവിതത്തിൽ. ഒന്നിനെയും നേരിടാൻ പറ്റും. അപ്പം എൻ്റെ കൂടെ ഉള്ള എൻ്റെ സുഹൃത്ത് പുള്ളി യുക്തിവാദിയാണ്. പുള്ളി പറഞ്ഞു, കോശി ഇതൊക്കെ ചുമ്മാതാ, ഈ ആത്മാവ് നമ്മൾ മുട്ട പൊട്ടിക്കുമ്പോൾ ആത്മാവ് പോകും, അപ്പൊ ആത്മാവൊക്കെ നമ്മുടെ മൂക്കിൽ കൂടെ ഒക്കെ കയറി പോകും, ആത്മാവൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് കുറെ പുസ്തകമൊക്കെ തന്ന് അങ്ങനെ യുക്തിവാദം ഞാൻ പഠിച്ചു. ആ യുക്തിവാദം പഠിച്ചിട്ട് ഞാനൊരു ബൈബിൾ എടുത്ത് വെച്ച് മൊത്തം അങ്ങ് തിരുത്തി എഴുതി. ബൈബിൾ മൊത്തം എന്ന് വെച്ചാൽ ഈ യഹോവ ഇന്നത് പറയുന്നു പറഞ്ഞപ്പോൾ എൻ്റെ ഇപ്പുറത്ത് ഞാൻ അത് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ഒരു 2 ഹിന്ദു സഹോദരന്മാർ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എൻ്റെ ജ്യേഷ്ഠന്റെ കൂട്ടുകാരായിരുന്നു. അവർ കടന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ആഹാ ഇതെന്തോ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഇതാ ഞാൻ യുക്തിവാദ, ഞാനും ഇതിലൊക്കെ പോയതാ, നിങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ആഹാ എന്തോ സഹോദരനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നിങ്ങൾ വന്ന് കാണും, പക്ഷെ ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അതിനൊക്കെ ശേഷമാണ് എൻ്റെ കൈ തളരുന്നത്. ആ കൈ തളരുന്നതിന് തൊട്ട് മുമ്പ് വലിയൊരു സംഭവം നടന്നു. അനി എന്ന് പറഞ്ഞ ഒരു ദേവദാസന്റെ വിവാഹമായിരുന്നു. അദ്ദേഹം കുവൈറ്റിൽ വെച്ച് ആക്സിഡന്റായിട്ട് മരണപ്പെട്ടു പോയി. നിത്യതയിൽ വിശ്രമിക്കുന്നു. വളരെ നല്ല ഒരു യൗവനക്കാരനായ ദേവദാസനായിരുന്നു, IPC-യിലായിരുന്നു. അപ്പൊ അദ്ദേഹം, അനിപാഷ എല്ലാവർക്കും അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ വിവാഹമാണ്, കൊളുത്തുപുഴയിൽ വെച്ചാണ്, വരണം എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്നു. അന്നൊരു പഴയത് കാലത്ത് തിയേറ്ററിലായിരുന്നു വിവാഹം നടന്നത്. അന്ന് അവിടെ കൊളത്തുപുഴയിൽ വലിയ ഹോളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കുന്നു, എൻ്റെ സുഹൃത്ത് ബിജു വീഡിയോ എടുക്കുന്നു. അപ്പം ദേവദാസന്മാരൊക്കെ വന്ന് വെള്ള ഉടുപ്പൊക്കെ ഇട്ട് ഈ വീഡിയോ ലൈറ്റിൽ അങ്ങ് പ്രകാശിച്ചു. അപ്പൊ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, കോശിക്ക് പറ്റിയ പണി ദൈവന്മാരൊക്കെ നിന്ന് വിലസുന്ന കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ബിജു ചിരട്ട എടുക്കേണ്ടി വന്നാൽ ഈ പണിക്ക് കോശി പോകത്തില്ലെന്ന് പറഞ്ഞു. അതിന്റെ അവസാനത്തെ കല്യാണം എടുപ്പായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു ട്രിവാൻഡ്രത്തായിരുന്നു അടുത്ത കല്യാണം. അവിടെ ചെന്നപ്പോൾ എനിക്ക് ക്യാമറ എടുക്കാൻ വയ്യ, എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. അവസാനം അവിടെ വെച്ച് ഞാൻ പരാജയപ്പെട്ടു. അന്ന് ഞാൻ ക്യാമറ താഴ്ത്തി വെച്ചതാ. അപ്പം ഈ ഭിക്ഷ എടുത്താലും ചിരട്ട എടുത്താലും ഈ ദൈവവേലയ്ക്ക് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാന് അവസാനം ആ ദൈവത്തിന് മുമ്പാകെ തലകുനിക്കേണ്ടി വന്നു. കാരണം എൻ്റെ കൈ അങ്ങ് തളർന്നു. ആ റീസൺ എന്തോന്ന് ആർക്കും അറിയത്തില്ല. കൈ തളർന്നു പോയി. വലത്ത് കൈ തളർന്നു പോയവൻ എന്ത് ജോലി ചെയ്യാനാ? ഇന്നത്തെ പോലെ ഡിജിറ്റൽ ക്യാമറയല്ല, അന്ന് നമ്മളെ ഫോക്കസ് ചെയ്തെടുക്കണം ക്യാമറ. 2 കൈ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പക്ഷെ അവിടെ വെച്ച് ഇങ്ങനെ തകർന്നു പോയി. അതിനൊക്കെ ശേഷമാണ് ഈ തിരുവല്ലയിൽ പോകുന്നതും ഇങ്ങനെ
വരുന്നപ്പോൾ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, ഒരു മരുന്നും കൂടാതെ സൗഖ്യം തന്നു. അങ്ങനെ ഞാൻ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചാണ് ഞാൻ ഈ കൊല്ലടയിലെ CSI പള്ളി പോയത്. CSI പള്ളി പോയി അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ആകെ ഒരു മനപ്രയാസം. കാരണം കഴിഞ്ഞ 3 ദിവസം ഈ അസംബ്ലീസ് കൂടി പോയപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഇവിടെ വന്നപ്പം എന്റെ സന്തോഷം എല്ലാം പോയി. ഞാൻ ആകെ വിഷമിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെ ഓർത്തു, ദൈവമേ, ഞാൻ ഇനി എന്തോ ചെയ്യണം? അച്ചപ്പട്ടത്തിന് ഇനി പോയി പഠിക്കാൻ പറ്റുമോ? അല്ല, എന്തോ ചെയ്യുന്നത്? ഞാൻ എവിടെ നിൽക്കണം? അപ്പൊ അന്ന് രാത്രി ദൈവം എനിക്കൊരു ദർശനം തന്നു. ഒരു ഹോളിന്റെ നേർപകുതി CSIയിൽ ഇങ്ങനെ ബെഞ്ചിലിരുന്ന് എല്ലാവരും ശുശ്രൂഷ അവിടെ നടക്കുന്ന, അച്ഛൻ പ്രസംഗിക്കുന്ന മറു സൈഡില്, ഇപ്പുറത്തെ സൈഡില് ബെഞ്ചുകളെല്ലാം, അവിടെ എല്ലാം തറയാ. അവിടെ ജനം കൈയടിച്ച് ആരാധിക്കുന്നു. ഇതിനകത്ത് ഏതാണ് നിനക്ക് സന്തോഷം, അത് തിരഞ്ഞെടുത്തുള്ള ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു. അങ്ങനെയാണ് ഞാൻ പെന്തക്കോസ്തലത്തിലേക്ക് വന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ, പിറ്റേ ആഴ്ച രാവിലെ പോകുന്നു, പുനലൂരിലേക്ക് വന്നു, എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്നു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി തൊട്ടടുത്തൊരു ഷാരോൺ ചർച്ച് ഉണ്ടായിരുന്നു, അവിടെ പോയി അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജോൺസൺ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററാണ്. അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ ഒരു ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവിടെ കുറെ എനിക്കൊന്ന് ഒരു 7-8 പെൺകുട്ടികളുണ്ടായിരുന്നു, ഞങ്ങൾ 3 ആണുങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരാളൂടെ വന്നു. എന്തായാലും 1 വർഷം ക്ലാസ്സുകളൊക്കെ നടത്തി, ഫീസൊന്നും ഇല്ലായിരുന്നു. ക്ലാസ്സൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ തുടർന്ന് പോകാൻ വയ്യാത്ത അനുഭവം വന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വേൾഡ് ഔട്ട്റീച്ച് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞ ഒരു ബൈബിൾ കോളേജ് പുനലൂരുണ്ടായി, WOM. അവിടെ പോയി പഠിച്ചു, ഡിപ്ലോമ എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം, ജേക്കബ് കുര്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം അമേരിക്കയിലാണ്, ഇടയ്ക്കൊക്കെ വരത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, സെൻട്രൽ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് കോശിയെ വെക്കണമെന്ന് പറഞ്ഞു. അവിടെ ഏറ്റവും നല്ല മാർക്കോട് പാസ്സായി ഞാനായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഈ ചെങ്കൽച്ചൂളയിലെ കുട്ടികളൊക്കെ അവിടെ പഠിക്കാൻ വന്നത്. അങ്ങനെ അവിടെ ആ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് തന്നെ നിയമിച്ചു. ഞാൻ അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് വിശ്വാസികളൊക്കെ വളരെ കുറവായിരുന്നു. ബൈബിൾ കോളേജിലെ കുട്ടികളും പിന്നെ കുറച്ച് പേരെ ഉള്ളായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നി, കുറച്ചുകൂടെ പഠിച്ചാൽ കൊള്ളാം, ഇംഗ്ലീഷിലൊന്ന് പഠിക്കണം. അങ്ങനെ BTH പഠിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ ജോൺസൺ പാസ്റ്ററുടെ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ അവിടെ ചെന്നു അഡ്മിഷൻ എടുത്തു. 2 ആഴ്ച പോയപ്പോൾ എൻ്റെ മാതാവിന് വയ്യാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ നിന്ന് പഠിക്കാൻ കഴിയില്ല, ഡേ സ്കോളറായിട്ടേ പറ്റൂ. 2 ആഴ്ച വളരെ അനുഗ്രഹമാണ്, സന്തോഷം. പക്ഷേ അപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് വളരെ കൂടുതൽ അസുഖം കൂടി, ഭയങ്കര വിഷയം. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയി സന്ധ്യ കഴിഞ്ഞാണ് വരുന്നത്. അപ്പോഴത്തേക്കും വല്ലാത്ത അവസ്ഥയായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, സാറേ എനിക്ക് തുടർന്ന് പഠിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അവർക്ക് ഭയങ്കര എന്തുകൊണ്ടാണ് അങ്ങനെ? ഞാൻ പറഞ്ഞു, സാരമില്ല, ഞാൻ വേറെ പഠിച്ചോളാം. വേറെ പഠിക്കാമെങ്കിൽ വിടാമെന്ന് പറഞ്ഞ ആ ഉറപ്പിന്മേൽ വിട്ടു. അപ്പൊ അതിനുശേഷമാണ് പുനലൂര് ഈ ബഥേൽ, അതിനുശേഷമാണ്, 3-4 മാസം കഴിഞ്ഞിട്ടാണ് അവിടുത്തെ ക്ലാസ് തുടങ്ങുന്നത്. അങ്ങനെ പിന്നെ ബഥേലിൽ പോയി അവിടെ BTH 3 വർഷം പഠിച്ചു. ഞാൻ ഈ ബഥേലിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ മാനേജരൊക്കെ പറഞ്ഞു, കോശി അങ്ങ് പോവും, AG പോവാന്ന്. എനിക്കങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു. അങ്ങനെ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെറുതൊക്കെ പോകത്തില്ലായിരുന്നല്ലോ, അത് IPC അല്ലേ. എനിവേ അങ്ങനെ പഠിച്ചു. അവര് പറഞ്ഞു, ഇനി പൊതു ശുശ്രൂഷകനായിട്ട് നിന്നാൽ മതി എന്ന്. അപ്പം അത് ഈ ചർച്ച നടന്ന വളരെ ദൂരെയൊക്കെ. അപ്പൊ രാവിലെ ഇവര് പറയുന്നിടത്ത് പോവുക, ശുശ്രൂഷിക്കുക, വരിക. ഞാൻ പറഞ്ഞു, എനിക്കത് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീടാണ് അസംബ്ലീസ് കോഡിലെ ഒരു ചർച്ചിൽ പോയത്. അങ്ങനെ പഠിച്ചതിന് ശേഷമായിട്ട് കിടങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടെ ഒരു പയനീർ വർക്ക് തുടങ്ങി. ഒരു 10-20 +1 പഠിക്കുന്ന ഈഴവ പിള്ളേര് അവിടെ വരാൻ തുടങ്ങി. അവർ വന്നു, വളരെ സന്തോഷത്തിൽ അവർക്ക് ബൈബിൾ വേണമെന്ന് പറഞ്ഞു. അവർക്കെല്ലാം ബൈബിൾ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ പറയാതെ തന്നെ അവരുടെ കയ്യിലെ ചരടുമൊക്കെ അഴിച്ച് കളഞ്ഞ് അവരൊന്ന് പാട്ട് പാടാനും ആരാധനയ്ക്കൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ജനം ഇളകി. വലിയ പ്രശ്നങ്ങളുണ്ട്, വീടുകളിൽ പ്രശ്നം ഉണ്ടായി. പിന്നീട് അവർ പല വഴിക്കൂടൊക്കെ വന്നു, പല സമയത്ത് വന്നു. പക്ഷെ ഒടുവിൽ പിടിച്ചിരിക്കാൻ വയ്യാത്തൊരു അവസ്ഥ വന്നപ്പോൾ അത് നിർത്തേണ്ടി വന്നു. പിന്നീട് ഞാൻ പ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത്, ചെങ്ങന്നൂർ അടുത്ത് പ്രയാർ, അവിടെ ശുശ്രൂഷയ്ക്ക് പോയി. അനുഗ്രഹപരമായിട്ട് 3 വർഷം നിന്നു. അതിനുശേഷമായിട്ട് കോട്ടയം മാങ്ങാനം അസംബ്ലീസ് കോഡിലേക്ക് വന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം അതാ. ഞാൻ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറി അന്ന് എൻ്റെ സമാധാനവും സന്തോഷവും എല്ലാം തീർന്നു. പക്ഷേ സത്യം പറയുക, അമേരിക്കയിൽ വന്നു, പക്ഷെ ഞാൻ ഒരിക്കലും ഇവിടെ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല.
തിരിച്ചു പോകാനും വയ്യാത്തൊരവസ്ഥയാണ്. കാരണം അവിടെ ഉള്ള എല്ലാം കളഞ്ഞിട്ടാണ് വന്നത്. മക്കളുടെ ഭാവിയൊക്കെ ഓർത്തിട്ട് ഇങ്ങ് വന്നതാണ്. എന്തായാലും ശരി തന്നെ, അവിടുത്തെ ആ ഒരു അന്തരീക്ഷം ഇന്നും ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറയുന്ന ഒരു അനുഭവം. കാരണം വളരെ പാവപ്പെട്ട വിശ്വാസികളായിരുന്നു. എനിക്ക് അവിടെ നിന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ദിനമായി. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഞാൻ കോലാപൂർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിന്റെ അവിടെ പോയി ഒരു 10 ദിവസം പ്രവർത്തിച്ചു. അതും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാതെ, അവിടെ ചെന്ന് മറാഠിയിൽ ഒരു വാക്യം കാണാതെ പഠിച്ചിട്ട് അവിടെ ചെന്ന് മറാഠികളോട് സംസാരിച്ച് അങ്ങനെ നിന്നു. അദ്ദേഹം ഇവിടെ ഇടയ്ക്ക് വിസിറ്റിങ്ങിനൊക്കെ വരുന്നുണ്ട്. കോലാപൂർ നല്ലൊരു പ്രവർത്തനം. അത് ആരുമില്ലായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 4 ചർച്ചും കണ്ട് അദ്ദേഹം, മോനച്ചൻ എന്നാ പേര്, പുനലൂർ ഇടമൺകാരനാ. നല്ലൊരു ദൈവദാസനും നല്ലൊരു, അദ്ദേഹത്തിന്റെ ഭാര്യ ഹിന്ദിയിലൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. നല്ല ഒരു ദൈവദാസി. അപ്പോൾ എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ ഇഷ്ടമുള്ള, ഇവിടെ വന്ന് ഞാൻ പല രോഗങ്ങളും പ്രശ്നം വരുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട് പലരോടും, ഞാൻ ഈ ജോലി കളഞ്ഞിട്ട് വന്ന് അല്ല ശുശ്രൂഷ കളഞ്ഞ് ഇവിടെ വന്നുകൊണ്ടാണ് എനിക്ക്. പക്ഷെ അന്ന് തൊട്ട് എനിക്ക് ശുശ്രൂഷ ഇവിടെ തരുന്നുണ്ട്. ശുശ്രൂഷ മീൻസ് ഞാൻ ചെല്ലുന്ന സമയം മുതൽ എല്ലാ ശുശ്രൂഷകളിലും എന്നെ പങ്കെടുപ്പിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ടാണ് ഇത്രയെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കുന്നത്. സഹോദരനും ഞങ്ങൾ രണ്ടുപേരും ഞാനുമായിട്ട് ഇപ്പോഴും സ്നേഹത്തിലല്ല. ആ ഒരു വേദനയുണ്ട്. പല പ്രാവശ്യവും നമ്മൾ ചെന്നിട്ടും അവര് നമ്മളെ കൈക്കൊള്ളുന്നില്ല. സഹോദരന് ശരിക്കും പറഞ്ഞാല് രക്ഷയിൽ വന്നു. അവര് ഈ ആഭരണമൊക്കെ ഇടുന്ന ന്യൂ ജനറേഷൻ എനിക്ക് ന്യൂ ജനറേഷനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഒരാളും അതിനെതിരെ ഞാൻ പ്രസംഗിക്കുന്ന ഒരാളും. ഭാഷ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇനിവേ അങ്ങനെ, കാരണം അവരുടെ ഞാനൊരു ന്യൂ ജനറേഷൻ സഭയിൽ ചില നാളുകൾ പോയി അവരെ പഠിച്ചതാണ്. അവര് വിചാരിച്ച് ഞാൻ അവിടെ ചേരുമെന്ന. പക്ഷെ ഞാൻ ഇവരെ പഠിക്കാൻ വേണ്ടി പോയി. എന്തുകൊണ്ടാണ്, ഒരു ഭാഷനോട് ചോദിച്ചത്, നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? അത് 70 പേരാണ്. എത്ര വർഷം കൊണ്ട്? ഇത്ര വർഷം കൊണ്ട് 70. ഞാനിവിടെ 30 പേരായിട്ട് തുടങ്ങി, 3 പേരായിട്ട് തുടങ്ങി, പിറ്റേ മാസം 30 ഇപ്പൊ 300. അപ്പൊ ഇതൊന്ന് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോയത്. അവിടെ പോയിട്ട് അവരുടെ സകല കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനകത്തൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷനോട് എനിക്ക് വലിയ താല്പര്യവുമില്ല. അതിനെക്കുറിച്ചല്ല പറയാൻ വന്നത്, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പോ ഈ വിശ്വാസ ജീവിതത്തിൽ വന്ന് ഒരുപാട് മരണത്തിന്റെ അനുഭവം, ദുഃഖത്തിന്റെ അനുഭവം ഉണ്ട്. പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്: ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ തീരുമാനിച്ച, നമ്മളെ ദൈവം ഉണ്ടല്ലോ, അതിൽ നിന്ന് വിട്ടുപോയ കറക്കി വട്ടപൂജ്യമാക്കും. എൻ്റെ സമ്പത്തും ഇതും എല്ലാം കളഞ്ഞ് വട്ടപൂജ്യത്തിൽ ദൈവമാക്കി. അപ്പം എൻ്റെ വൈഫിന് അന്ന് ആ ടീച്ചർ ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ അവിടെ ആ ഗവൺമെന്റ് ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ ഒരിക്കലും ഈ സുവിശേഷ വില വരുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഇല്ലാതാക്കി. അതുകൊണ്ട് എനിക്ക് ഒരു സങ്കടവും ഇല്ലായിരുന്നു. കാരണം ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു, ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു. അനേകർ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വിടുതലുണ്ടായി. ആ കാലങ്ങളിലൊക്കെ എനിക്ക് അത്ര തീഷ്ണതയായിരുന്നു. ഒത്തിരി പേര് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യം പറയണ്ട. പിന്നെ എൻ്റെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ട്രാക്ട് എഴുതുകയായിരുന്നു. ട്രാക്ട് എഴുതിയിട്ട് ഞാൻ 13 ട്രാക്ടറോട് എഴുതി. പിന്നെ ഒരു ബുക്കിലെറ്റ് ഇപ്പം അടിച്ചു. അത് വീണ്ടും ഇപ്പം പ്രിന്റ് ചെയ്യാനായിട്ട് ഞാൻ തിരുവല്ലയിൽ ഒരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് കോപ്പികൾ അത് കൊണ്ടുപോയി. ഒരു നരകത്തെക്കുറിച്ചുള്ള ഒരു ഹൈന്ദവരുടെ നരകവും മുസ്ലിമിന്റെ നരകവും ക്രിസ്ത്യാനികളുടെ നരകം, അല്ലെങ്കിൽ ബൈബിള് പറയുന്ന നരകം എങ്ങനെ, അതിൽ പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും അതിനുള്ള ഒരേ ഒരു മാർഗം യേശുക്രിസ്തു ആണെന്നും പറയുന്ന ഒരിതാണ്. പിന്നെ അതുപോലെയുള്ള ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ട്രാക്റ്റുകൾ എഴുതി റാസ പോകുമ്പോൾ പരസ്യമായിട്ട് നിന്ന് അവർക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ മണ്ണർകാട് പോയിട്ട്, മണ്ണർകാട് പെരുന്നാൾ നടക്കുമ്പോൾ അതിനകത്ത് പോയി നിന്ന് ട്രാക്ട് കൊടുക്കുമായിരുന്നു. പരുമല പോയിട്ട് ഞാൻ ട്രാക്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാടടുത്ത് ട്രാക്ട് കൊടുക്കുമായിരുന്നു. ഇതായിരുന്നു ലൈഫ്. ഇത് തന്നെയായിരുന്നു എൻ്റെ ലൈഫിന്റെ സന്തോഷവും. പിന്നെ അതിനുശേഷമായിട്ട് മക്കളൊക്കെ വളർന്നു, എല്ലാം കഴിഞ്ഞു. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ ഞെരുക്കങ്ങൾ വന്നു. വീടും എല്ലാം വീടും എല്ലാം പോയി. ആ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു. ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥിച്ചൊന്നുമില്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. എൻ്റെ വൈഫിന്റെ ചേച്ചി ഇവിടെ ഉണ്ട്. അവരന്ന് 2004 മറ്റോ അവരന്ന് ഇത് ചെയ്തതാണ്. അപ്പോ ഞാൻ ഒരു ദിവസം ഈ മാങ്ങാനം സഭയിലുള്ള ഒരു വീട്ടിൽ ഒരു ബുധനാഴ്ച കോട്ടേജ് മീറ്റിംഗ് ഇരിക്കുന്ന സമയത്താണ്
എൻ്റെ മൂത്ത മകൻ ചെന്നൈയിൽ അവൻ റേഡിയോളജി പഠിക്കുമായിരുന്നു. ചെന്നൈയിൽ നിന്ന് ഫോൺ വരുന്നേ, ഇതുപോലെ അവിടുന്ന് ഫോൺ വന്നു, നമ്മൾ പോകുന്ന കാര്യം ശരിയായി. ഞാൻ അവിടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. വിശ്വാസികളെല്ലാം എന്ത് പറ്റി എന്ന് വിചാരിച്ചു. ഞാൻ ഒന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുവാണ്. അവർ വിചാരിച്ചു എൻ്റെ മോൻ എന്തോ ആക്സിഡന്റ് പറ്റിയായിരിക്കാം, അമേരിക്ക പോകാമെന്ന് പറയുമ്പോൾ ആരെങ്കിലും പൊട്ടിക്കരയും. കാരണം എനിക്കൊന്നും വയ്യാത്തൊരവസ്ഥ. അത്രമാത്രം കരഞ്ഞു. കാരണം അത്രമാത്രം ഞാൻ അവരെ സ്നേഹിക്കുമായിരുന്നു, ആ സഭയെയും ദൈവജനത്തെയും ദൈവമക്കളെ. കാരണം എനിക്ക് ആ പാവപ്പെട്ട ജനങ്ങളെയായിരുന്നു ഇഷ്ടം. ഞാൻ 2 സഭകളിൽ പോയത് അങ്ങനെ. പലരും എന്നോട് അവിടെ ഞാനിവിടെ പോയി പറഞ്ഞു, അത് പിന്നെ സുറിയാനി ക്രിസ്ത്യാനികൾ പോകുന്നിടമല്ല എന്നൊക്കെ പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവിടെ പോകത്തുള്ളൂ. അവർ തരുന്ന ആഹാരം വളരെ സന്തോഷത്തോടെ കഴിച്ച് അവരിൽ ഒരാളായിട്ട് തീർന്നു. ഞാൻ എപ്പോഴും പറയുന്നു, എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ അവരാണ് എൻ്റെ സഹോദരങ്ങൾ. കർത്താവ് അതാന്നല്ലേ പറഞ്ഞത്, എൻ്റെ അമ്മയും സഹോദരങ്ങൾ കാണാൻ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് എൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ, സ്വന്തം സഹോദരങ്ങൾ പിണങ്ങിയിരുന്നാലും എനിക്ക് ഒരുപാട് സഹോദരങ്ങളെ ദൈവം തന്നു. വലിയ വലിയ ആപത്തുകളിൽ ദൈവം എന്നെ വിടുവിച്ചു. ഇന്നും ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരു പ്രാവശ്യം ഹാർട്ടിന് പ്രശ്നം വന്നു. ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാം തയ്യാറെടുത്തു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് 2 കാരണങ്ങൾ കൊണ്ട് എന്നെ നീ ഇവിടെ നിന്ന് ഇറക്കണം. IC കിടക്കുക. അന്ന് പ്രയർ സഭയിലെ വിശ്വാസികളെല്ലാം രാവിലെ കരഞ്ഞുകൊണ്ട് പരിമല ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നു. ഞാൻ ICയിൽ അവിടെ നിന്ന സമയത്ത് ഒരു ഇഞ്ചക്ഷനൊക്കെ ഇങ്ങനെ പൂക്കളിലൊക്കെ എടുത്തു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവെ 2 കാര്യം കൊണ്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കണം. ഒന്ന്, എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് പൈസയല്ല ഇവിടെ കൊടുക്കാൻ. 2, എനിക്ക് സുവിശേഷം പറഞ്ഞ് കൊതി തീർന്നിട്ട്. 2 മണിക്കൂറായപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. പ്രൈസ് ലോർഡ്. ഇങ്ങനെ അനേക തവണ എനിക്ക് ഒത്തിരി ഓർമ്മക്കുറവുണ്ട് ഇപ്പം. അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നു. സത്യം പറഞ്ഞാല് ഒത്തിരി പ്രാവശ്യം എന്നെ മരണത്തിന് ദൈവം പിടിപ്പിച്ചു. അതിന് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളൊക്കെ സാക്ഷികളാണ്. മരണത്തെ മുന്നിൽ കണ്ട അനേക നിമിഷം അവിടെ നിന്നൊന്നും ദൈവം കൈവിടാതെ ഇന്നോളം നിർത്തി. ഇനിയും കർത്താവിന് വേണ്ടി ജീവിക്കുക, അത്രയും മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ഇനിയും ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് മന്ന എന്ന് പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അത് ഇന്ന് ഏതാണ്ട് 640 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ പോയി വന്നു, ആ സമയത്ത് പോലും അത് മുടക്കിയിട്ടില്ല. സൺഡേയിൽ ഒരു 20 മിനിറ്റ്സ്, അത് ഒരു 210 ദിവസം സൺഡേ ആയി. മറ്റേതൊരു അത് കൂടാതെ ഈ 640 ദിവസമായി. എണ്ണത്തിന്റെ കണക്ക് പറഞ്ഞ് പെരുപ്പിക്കുമല്ല ഞാൻ പറഞ്ഞത്. ഇതുപോലെ സുവിശേഷം വിളിച്ചു പറയുക, നമുക്ക് കിട്ടുന്ന അവസരം, കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായിട്ട് ഇരിക്കുന്നു. സംഭവങ്ങളൊക്കെ വിളിച്ചു പറയുന്നു. ഈ അമേരിക്ക ഒന്നുമില്ല, അതൊന്നും വലിയ കാര്യമില്ല, ഇതൊക്കെ എപ്പോഴാണ് കത്തിപ്പോകുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കർത്താവിന്റെ വരവിനോട്ട് ഒരുക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഇവിടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നമ്മൾ പോകേണ്ടവരാ. അതിനുവേണ്ടി ഒരുങ്ങുക, നിത്യതയ്ക്ക് വേണ്ടി കുറച്ച് പേരെ ഒരുക്കുക. ദൈവത്തിന്റെ വചനം വളച്ചു കെട്ടാതെ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുക. വചനത്തിൽ ഒന്നും കൂട്ടാതെ ഒന്നും കുറയ്ക്കാതെ അതുപോലെ ജനത്തിന് പറഞ്ഞു കൊടുക്കുക. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ദൈവത്തിന് ഒരാളെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ മാറ്റാന് ഒരു മനുഷ്യനും കഴിയില്ല, സാത്താനും കഴിയില്ല. 2, ദൈവം വിളിച്ചാൽ ആ ദൈവത്തിന് കീഴ്പ്പെടുക. ഇപ്പം മോശ പറഞ്ഞു, ഞാൻ വിക്കനകത്ത് അടിച്ച നാവുള്ളവനാ, എന്നാ മാറെന്ന് പറഞ്ഞ് വേറൊരാളെ ആക്കിയോ? പകരമില്ല. യിരെമ്യാവ് പറഞ്ഞ ബാലനാണ്, നീ ബാലൻ എന്ന് പറയരുത് എന്നാ പറഞ്ഞേ അല്ലേ? അങ്ങനെ ഓരോരുത്തരോടും ദൈവം നിശ്ചയിച്ചവരെ കൊണ്ട് തന്നെ ദൈവം ആ ശുശ്രൂഷ ചെയ്യിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്, ഞാൻ വലിയവനാണെന്നുള്ള ഭാവം നമുക്കുണ്ടാകരുത്. ഞാനേ ഇത് ചെയ്യാൻ പറ്റൂ, എന്നെ കൊണ്ട് ഇത് പറ്റൂ, കഴിയൂ എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. കാരണം നമ്മളില്ലെങ്കിൽ വേറെ 100 പേരെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈ നാളിൽ വർദ്ധിച്ചു വരുന്ന സാത്താന്യ ആരാധനകളെ, കള്ളപ്രവചനങ്ങളെ, ദൈവത്തെ ലക്ഷ്യത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുക. കാരണം സമ്പത്ത് കൊടുക്കുക, കർത്താവിനെ ഇന്ന് വെറും ഒരു ഉപകരണമാക്കി മാറ്റിക്കൊണ്ട് മുട്ടുവേദന മാറ്റാം, വയറുവേദന മാറ്റാം, മുഴ മാറ്റാം, അല്ലെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുപോകാം, ഗൾഫിൽ കൊണ്ടുപോകാം, മാരുതിക്കാർ മാറ്റി വെൻസുകാർ വരാന്ന് പറഞ്ഞ്, ഇത് ദൈവത്തിന്റെ സുവിശേഷമല്ല. ഇല്ല, ഇതൊന്നും കൊടുക്കുന്നതിൽ പിശാചിന് ഒരു വിഷമമില്ല. പക്ഷെ നമ്മൾ പ്രസംഗിക്കേണ്ട നിത്യതയെ കുറിച്ചാണ്. ആ നിത്യതയിൽ നിന്ന് ലക്ഷ്യം തെറ്റിക്കുകയാണ് പിശാച് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെതിരെ ശക്തമായിട്ട് നമ്മൾ ദൈവവചനം പ്രസംഗിക്കുക. കഴിയുന്നിടത്തോളം ആൾക്കാരെ
നമ്മളൊന്നും സമ്പാദിക്കാനൊന്നുമല്ല. കഴിയുന്നിടത്തോളം ആൾക്കാരെ ഈ വചനം പറഞ്ഞ് വചനത്തിൽ ഉറപ്പിക്കുക, അതാണ് ലക്ഷ്യം. അതുകൊണ്ട് ദൈവമക്കൾ വചനത്തിൽ വിശ്വസിക്കുക, കർത്താവ് വരുന്നതിന് വേണ്ടി ഒരുങ്ങുക. ഇനി അധികം കാലമൊന്നുമില്ല. അതുപോലെ രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ട് കർത്താവ് മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ ഓർപ്പിക്കുക. അതെല്ലാം ആ മുന്നറിയിപ്പുകൾ, അവർക്ക് ഒരു ട്രാക്ട് എഴുതിയായിരുന്നു, മുന്നറിയിപ്പുകൾ അവഗണിക്കരുതേ എന്ന് പറഞ്ഞ്. അപ്പോൾ ആ മുന്നറിയിപ്പുകൾ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലൊന്നും നമുക്ക് കിട്ടാനില്ല. ഈ ലോകം നശ്വരമാണ്, നിലനിൽക്കുന്ന ലോകമല്ല. കർത്താവിന് വേണ്ടി ഒരുങ്ങുക, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താദാസൻ പാസ്റ്റർ കോശി ഈശോ അവറുകൾ. ദൈവം നടത്തിയ അത്ഭുതകരമായ അനുഭവങ്ങളെക്കുറിച്ച് അല്പസമയം അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബാല്യകാലത്തിലെ വേദന നിറഞ്ഞ ചില ഓർമ്മകൾ പങ്കുവയ്ക്കുകയുണ്ടായി. തികച്ചും അത് വേദന നിറഞ്ഞ അനുഭവങ്ങൾ തന്നെയായിരുന്നു. സ്നേഹിക്കേണ്ടുന്ന, ആശ്വസിപ്പിക്കേണ്ടുന്ന, അനുഗ്രഹിക്കേണ്ടുന്ന പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ചേർത്ത് നിർത്തേണ്ടുന്നവർ, ചേർത്ത് പിടിക്കേണ്ടുന്നവർ, ഒറ്റപ്പെടുത്തിയ അനുഭവങ്ങൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശിക്ഷണ രീതി കൊണ്ടും വേദനിപ്പിച്ച, മുറിപ്പെടുത്തിയ ആ മുറിപ്പാടുകൾ ഇന്നും ഇത്രയൊക്കെ പ്രായമായിട്ടും ഹൃദയത്തിൽ അതൊരു മുറിവായി ഉണങ്ങാതെ കിടക്കുന്നു എന്നുള്ളത് ഒരർത്ഥത്തിൽ കേൾവിക്കാർക്ക് അത് വായിച്ചെടുക്കാൻ കഴിയും. അത് ശരിക്കും ആ ബാല്യത്തിൽ, ആ ചെറുപ്പത്തിൽ ഏറ്റതായ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് അതിന് കാരണം. സ്നേഹം കൊണ്ടും വാക്കുകൊണ്ടും കരുതലുകൾ കൊണ്ടും വളർത്തപ്പെടേണ്ടുന്ന, പരിപോഷിപ്പിക്കപ്പെടേണ്ടുന്ന, സംരക്ഷിക്കപ്പെടേണ്ടുന്ന ആ കാലയളവിൽ പകരം അതിന് വിപരീതമായ സംഭവവികാസങ്ങൾ ജീവിതത്തിലുണ്ടായപ്പോൾ അത് മായാത്ത പാടുകളായി അത് മാറ്റപ്പെട്ടു. അതിൻ്റെ പരിണിതഫലം എന്ന വണ്ണം പിന്നെ ഇങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. അനേക ചെറുപ്പക്കാരുടെ, സഹോദരങ്ങളുടെ ജീവിതത്തിൽ ഈ അനുഭവങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടോ മാതാപിതാക്കന്മാരുടെ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അമർഷങ്ങൾ തീർക്കുവാൻ വേണ്ടി അവർക്കുള്ളതായ കുഞ്ഞുങ്ങളെ, പിഞ്ചോമനകളെ അവരൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഇരുട്ട് മുറിയിൽ, അടച്ചിട്ട മുറിയിൽ അവരെ അടച്ചിടുക, പൂട്ടിയിടുക, പുറംലോകം കാണാതെ ഇരുട്ടറയിൽ അവരെ ആക്കുക, മറ്റാരുമായിട്ട് സംസർഗം പുലർത്തിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരഴുക്കായി പോവും, മോശമായി പോകുമെന്ന് വിചാരിച്ചിട്ട് അവരെ ഒറ്റപ്പെടുത്തി നിർത്തുക. ചിലർക്ക് കൂടുതൽ വിദ്യാഭ്യാസം പോലും കൊടുക്കുകയില്ല. കാരണം കൂടുതൽ അങ്ങോട്ട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ആൾ മോശമായി പോവും, അതുകൊണ്ട് വിദ്യാഭ്യാസം പോലും കൊടുക്കുകയില്ല. മാതാപിതാക്കന്മാരുടെ ആ ഒരു അജ്ഞമായ ആ ഒരു കാഴ്ചപ്പാടാണ് കുഞ്ഞുങ്ങളിൽ പലരെയും ആ നിലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു തലമുറ നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളുടെയും ഹൃദയങ്ങളിൽ ഉണങ്ങാത്ത മുറിപ്പാടുകളായി ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ട് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വ്യക്തിയായി കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതവും തീർന്നു എന്ന് കേൾക്കുവാൻ കഴിഞ്ഞു. എങ്കിലും ദൈവത്തിൻ്റെ മഹാദയ, മഹാകരുണ ആമേൻ നിമിത്തം ഇന്ന് ജീവിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ ഒരാൾ പോലും ഉണ്ടാകുമായിരുന്നില്ല. കാരണം അങ്ങനെയുള്ള പല അനുഭവങ്ങളിലൂടെ കടന്നുപോയി. കൊല്ലുവാൻ പലരും പല സന്ദർഭങ്ങളിൽ വഴികൾ ഒരുക്കി. പക്ഷേ ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, രോഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ, ദൈവത്തിൻ്റെ പ്രത്യേക തിരഞ്ഞെടുപ്പും വിളിയും പദ്ധതിയും ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം
മാറ്റി നിർത്തി എന്നേ പറയുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അനേക കുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ വലിച്ചെറിയപ്പെട്ടപ്പോൾ മോശക്കുഞ്ഞിനെ ദൈവം വിളിച്ച് വേർതിരിച്ച് തിരഞ്ഞെടുത്ത് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയതുപോലെ ചില പ്രിയപ്പെട്ടവർ രക്ഷപ്പെട്ട് കർത്താവിൻ്റെ പദ്ധതിക്കായി ദൈവം ഒരുക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ പിന്നത്തേതിൽ ദൈവം ആ ഒരു നിലയിൽ ഒരുക്കിയെടുത്ത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകരെ കർത്താവിങ്കിലേക്ക് നയിക്കുവാൻ, ഒരുക്കിയെടുക്കുവാൻ ദൈവം ഉപയോഗിച്ചു എന്നുള്ള വാക്കുകളും കേൾക്കുവാൻ കഴിഞ്ഞു. സ്നേഹിക്കുവാൻ, സ്നേഹം കിട്ടിയില്ലെങ്കിലും അനേകർക്ക് സ്നേഹം കൊടുക്കുവാൻ, അനേകരെ സംരക്ഷിച്ച് നിർത്താൻ, ചേർത്ത് നിർത്തുവാൻ ദൈവദാസനെ ദൈവം സഹായിച്ചു. അതെ, ബാല്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പല കൈപ്പേറിയ അനുഭവങ്ങൾ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ അത് പ്രകടമാകും. എന്നാൽ ശരിക്കും ഒരു മാനസാന്തരം ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുവാൻ, ഒരു വലിയൊരു മാറ്റം സംഭവിക്കുവാൻ ഇടയായിത്തീരും. ഈ ചെളി, അതായത് വെള്ളം ചേർന്ന മണ്ണ് സൂര്യപ്രകാശം തട്ടുമ്പോൾ അത് കഠിനമായി മാറുന്ന ഒരനുഭവമുണ്ട്. പലപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ വീണ്ടും വീണ്ടും നാം ചേർത്ത് പണിയപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് വരുന്നു എങ്കിൽ നമ്മുടെ പ്രാണപ്രിയൻ്റെ ഹൃദയത്തിലെ ഇഷ്ടപ്രകാരം രൂപപ്പെട്ട ഒരു പാത്രമായി, മൺപാത്രമായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു മൺപാത്രമായി, കർത്താവിന് പ്രയോജനമുള്ള ഒരു പാനപാത്രമായി നാം മാറുമ്പോൾ നിശ്ചയമായിട്ടും നമ്മെ കർത്താവിൻ്റെ രാജ്യത്തിൽ കർത്താവിൻ്റെ സ്നേഹം പകരുന്ന ഒരു പാത്രമായി ദൈവം ഉപയോഗിക്കുവാനിടയായിത്തീരും. ഇന്ന് ഞാൻ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അമേരിക്ക എന്ന ആ വലിയ ഒരു പട്ടണം അല്ലെങ്കിൽ ആ രാജ്യം, ആ ദേശത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ കർത്താവിൻ്റെ ദാസൻ എന്ന് ആഗ്രഹിക്കുന്നത് സാധുക്കളും പട്ടിണിപ്പാവങ്ങളുമായ സാധാരണക്കാരുടെ ഇടയിൽ കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹം ആ ഹൃദയത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മോശ, ആമേൻ, മിസ്രൈമിലുള്ളതായ ആ വലിയ നന്മയേക്കാൾ ദൈവത്തിൻ്റെ ജനത്തോടുകൂടിയുള്ള കഷ്ടത തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചതുപോലെ പ്രിയ ദൈവദാസനും അവിടുന്ന് കൃപ ചെയ്യട്ടെ, കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യം വഹിപ്പാൻ, കർത്താവിൻ്റെ ഉത്തമ ഭടനായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, മുറിവ് ഏറ്റവരെ അഥവാ ഇല്ലേ നല്ല ശമരിയക്കാരൻ ചെയ്തതുപോലെ ആമേന് നമുക്കും ഒരു ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനതയും അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ ഈ സാക്ഷി കേട്ട് കഴിഞ്ഞു. ഒരു പക്ഷേ കേൾവിക്കാരിൽ പലരും ഇപ്പോൾ പറയുന്നുണ്ടാവും, എൻ്റെ അനുഭവമാ പ്രിയപ്പെട്ടവൻ പറഞ്ഞത്, എന്നെക്കുറിച്ചാണ് പറഞ്ഞത്, ഞാൻ കടന്നുപോയ അനുഭവമാണ് ഈ ദൈവദാസൻ പറഞ്ഞത്. ശരിയാണ് പ്രിയമുള്ളവർ, ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മിൽ പലരും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ, ഒരുപാട് പ്രിയപ്പെട്ടവർ, അവരെ ഇതുപോലെയുള്ള ക്രൂരമായ അനുഭവങ്ങളിലൂടെ മാതാപിതാക്കന്മാർ അവരെ കടത്തിവിട്ടിട്ടുണ്ട്. പലരുടെയും വേദനകൾ കണ്ണുനീരോടുകൂടി ഇന്നവരോർക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന, ആശ്വസിപ്പിക്കുന്ന, ആണിപ്പഴുതേറ്റ ആ ക്രൂസിലെ ആ കരം നമ്മുടെ അടുക്കലുണ്ട്. സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും കൈവിട്ടാലും കൈവിടാത്ത അരുമനാഥനായ നമ്മുടെ കർത്താവ് നമ്മെ മാടി വിളിക്കുന്നു. നമുക്ക് ആ കർത്താവിനോട് ചേർന്ന് നിൽക്കാം. എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ ആശ്വാസദായകൻ്റെ അടുക്കലേക്ക് നമുക്ക് ഓടി വരാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നുവെന്ന് നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ കോശി പാസ്റ്റർ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. പ്രാർത്ഥിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ അരോമ TV യിലൂടെ
എളിയവന്റെ സാക്ഷ്യം പറയുവാനായിട്ട് ഒരു അവസരം നൽകി തന്നതിനാണ് സ്തോത്രം. അത് അനേകർക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവവിളിയെ അത് ഏറ്റെടുക്കുവാൻ, അത് മാനിക്കുവാൻ, അതിന് കീഴ്പ്പെടുവാൻ അനേകർക്ക് ഇടയായി തീരട്ടെ. ദൈവനാമ മഹത്വത്തിനായി സകലതും തീരണമേ കർത്താവെ. ഞങ്ങളുടെ ആരുടെയും വലിപ്പം കാണിക്കാനല്ല, പറയാനല്ല, മറിച്ച് ദൈവനാമ മഹത്വത്തിനായി സകലതും തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഈ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ കർത്താവ് കൃപ കൊടുത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഈ അരോമ TV-യിലൂടെ അനേകർ രക്ഷയിലേക്ക് വരുവാൻ, അനേകർ മാനസാന്തരപ്പെടുവാൻ, അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത് കേൾക്കുന്ന എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അരോമ TV-യെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കോശി ഈശോ അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV-യുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് ഏറെ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുടേതായ നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഇന്ത്യൻ സമയം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യ വചന ചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.